അർജുൻ കല്യാട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, തുടരെയുള്ള കടന്നാക്രമണങ്ങൾ, നിരന്തരമുള്ള CPIMന്റെ വെല്ലുവിളി, ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വയനാട് പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പിരിച്ച പണമെല്ലാം ചെലവായി കഴിഞ്ഞിരിക്കുന്നു, ഇനി വീട് പണിയാൻ പുതുതായി തനത് ഫണ്ട് കണ്ടെത്തണമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീട് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കള്ളമാണോ എന്നാണ് CPIM തിരിച്ചു ചോദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണോ ഈ കണക്ക് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ? CPIM കൂടുതൽ കടുപ്പിക്കുകയാണോ? ആര്യ, എന്തായാലും കണക്കെവിടെ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം CPIMന്റെ നേതാക്കളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കണക്ക് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 5,38,21,632 രൂപ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ 5 ഏക്കർ 42.5 സെന്റ് സ്ഥലം ഈ പുനരധിവാസത്തിന് അല്ലെങ്കിൽ പുനരധിവാസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പണം ചെലവഴിച്ചപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ആധാരം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകളെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായും പണം ഇപ്പോൾ ലഭിച്ച പണത്തിനേക്കാൾ അധികം ചിലവായി. ആ അധികം ചിലവായ പണം KPCCയുടെ തനത് അക്കൗണ്ടിൽ നിന്നാണ് വിനിയോഗിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ആ പണം ഏകദേശം 97,51,212 രൂപ ഇത്തരത്തിൽ KPCC തനത് ഫണ്ടായി ഇപ്പോൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലിപ്പോൾ CPM ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇനിയിപ്പോൾ വീട് പണി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത് അവിടെ വീട് പണി ആരംഭിച്ചിട്ടുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ എത്തി അവിടെ തറക്കല്ലിടൽ നടന്ന ഘട്ടത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്താണ് VD സതീശൻ പറഞ്ഞത് അവിടെ പണി ആരംഭിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാം. പക്ഷേ ചെന്ന് അന്വേഷിച്ച സമയത്ത് അവിടെ പണി ആരംഭിച്ച് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും CPM ഇപ്പോൾ ഉയർത്തുന്നത് ഇനി എങ്ങനെ വീട് നിർമ്മിക്കും? കാരണം ലഭിച്ച പണമെല്ലാം തന്നെ ഇതിനകം തന്നെ ചിലവായി കഴിഞ്ഞു. ഇനി എങ്ങനെ വീട് നിർമ്മിക്കും? വീട് നിർമ്മാണം ആരംഭിച്ചു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കള്ളം പറയുകയാണോ? നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അത്തരം ഒരു ക്യാമ്പയിൻ CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർത്തുകയാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ കള്ളം പറയുകയാണ് എന്നുള്ളതാണ് CPM ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് പുറത്തുവിട്ടതിന് ശേഷവും വിവാദം അതുപോലെ തന്നെ നിലനിർത്തുകയാണ് CPM. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. എന്തായാലും CPMനെ തൃപ്തിപ്പെടുത്തുന്നവരെ തങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി കഴിയില്ല. തങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഇതൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുന്നു കോൺഗ്രസ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നുമുള്ള ഒരു ഫണ്ട് ശേഖരണം നടത്താൻ വേണ്ടി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് KPCCയും AICCയും അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനത് ഫണ്ട് കണ്ടെത്തി ഈ വീടിൻ്റെ നിർമ്മാണം ഉടനടി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സാധ്യമാവുന്ന പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയത്. ആര്യ, യെസ്, തീർച്ചയായും. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.